ഇത് നിങ്ങളെ അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്താൽ അത്ഭുതങ്ങൾ നടക്കുവാൻ വേണ്ടി പോകുന്നു. ആമേൻ. പത്രോസ് ലീഹായുടെ ലേഖനം 1 പത്രോസ് 3 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നോക്കിക്കേ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തെ അനുഭവിക്കാനാണ്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ അകത്ത് നമ്മൾ പലപ്പോഴും പലതിനോടും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ? സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിൾ എഴുതിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹത്തിനും അവകാശി നിങ്ങളാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എന്റെ കൂടെ ഏത് സ്ഥലത്തിരുന്ന് നിങ്ങൾ പറയണം, ഞാൻ ഈ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾക്കും ഞാനാണ് അവകാശി. ഞാൻ തന്നെയാണ് അവകാശി. അനുഗ്രഹത്തിന്റെ അവകാശി ഞാനാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയണം എന്ന് പലരും ചോദിക്കും. എന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ. രോഗത്തിലോ കടഭാരത്തിലോ സമാധാനമില്ലാതെയോ സന്തോഷമില്ലാതെയോ ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഇത് പറയുമ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം വചനം അയച്ച് വിടുവിക്കുന്നു. അവിടെ നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും കേട്ടോ. എന്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ അനുഗ്രഹം അനുഭവിക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. രോഗം അനുഭവിക്കാനല്ല, സമാധാനമില്ലാതെ അലയാൻ വേണ്ടിയല്ല, എന്റെ തലമുറ അനുഗ്രഹമല്ലാതെ കാണാൻ വേണ്ടിയല്ല. ഞാൻ യേശുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയാണ്. ഞാൻ ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുമ്പോൾ രോഗത്താലോ സമാധാനമില്ലാതെയോ മനസ്സ് തകർന്നിരിക്കുന്നവരോ സമാധാനമില്ലാതിരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം കൈയെടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ പറയണം, യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ എന്റെ ശരീരത്തിനും എന്റെ മനസ്സിനും ആരോഗ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ, സാമ്പത്തികമായും ആരോഗ്യപരമായും എല്ലാ മേഖലയിലും ഞാൻ സമ്പന്നനായിരിക്കുന്നു. എനിക്ക് സമാധാനം വന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ തന്നെ സ്വസ്ഥതയിലേക്ക് വരുന്നു, അത്ഭുതത്തിലേക്ക് വരുന്നു. ആ രോഗം ഇപ്പോൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിയിരിക്കുന്നു. കർത്താവ് അത്ഭുതത്തെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. ധൈര്യത്തോടെ ഇരിക്കുക. ആമേൻ പറഞ്ഞ് ഈ വചനത്തെ സ്വീകരിക്കുക. അനേകർക്ക് ഈ വചനങ്ങളെ കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.